ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ വൈറ്റി. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് OB46 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകണം. എന്തൊക്കെ മാറ്റങ്ങളാക്കി നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയോ? കേസ് എനിക്കറിയാം കേട്ടോ. ആ ഒരു വീഡിയോ ആണ് ഇത്. എന്ന് വെച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഓൾഡ് പീക്കും കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതൊക്കെ വരുമെന്നൊക്കെ അറിയാം. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി ഗൈസ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ഓൾഡ് പീക്കിൽ തന്നെ തുടങ്ങിക്കളയാം. അപ്പോൾ കുറേ പ്ലേസിൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓൾഡ് പീക്ക് ഈ ഒരു അപ്ഡേറ്റിലും കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് ലോബിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ പീക്കിൻ്റെ ഒരു ചെറിയ ഇതായിട്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ, ഈ ഒരു അപ്ഡേഷൻ വെച്ചാൽ നമ്മുടെ പീക്കും കൂടി തിരിച്ചു വന്നാൽ സെറ്റ് ആയിരിക്കുന്ന കുറേ പ്ലേസൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് കാര്യം മനസ്സിലാക്കുക, ഫ്രീ ഫയർ ഇന്ത്യ വന്നാൽ മാത്രമേ നമുക്ക് ഓൾഡ് പീക്കും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുമല്ല, കഴിഞ്ഞ വട്ടം തന്നെ നമ്മുടെ ഗ്ലൈഡർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്ലേസ് ഗരീനയുടെ കമന്റ് ബോക്സ് എന്നിട്ട് കെഞ്ചിട്ടൊക്കെയാണ് ആ ഒരു ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വലിയൊരു ഇതായിരുന്നു കേട്ടോ. കുറേ പ്ലേസിന് കുറേ സന്തോഷം കാര്യങ്ങൾ കൊടുത്ത കാര്യമാണ് ഗ്ലൈഡർ തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് അടുത്ത അഡ്വാൻസ് സെർവർ ഈ ഒരു മാസം തന്നെ 16-ാം തീയതി ഒക്കെ തുറക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വന്നിട്ട് ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാം കേട്ടോ. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്രീ ഫയറിലോട്ട് അടുത്തായിട്ടൊരു എവോ ഗണ്ണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ പൈസ ഉള്ള കൂട്ടുകാർക്ക് കുറച്ച് സന്തോഷമായി കാണും, പൈസ ഇല്ലാത്തവർക്ക് ഇപ്പോൾ കുറച്ച് വിഷമമായി കാണും എങ്ങനെ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ AWM ഒരു എവോ ഗണ്ണ് വരുന്നുണ്ട്. അത് ഇതുവരെ വന്ന എവോ ഗണ്ണിനെ കാട്ടിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്, വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു AWM കാര്യം കൺഫേം ആണ്. അതാണെങ്കിൽ നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റിന് ശേഷം ഒരു പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്, സ്നോബൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൺഫേം ആട്ടോ. ഏകദേശം ഫുള്ള് കൺഫേം ആക്കി വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിൽ അടുത്ത അപ്ഡേഷന് ശേഷം. അപ്പം ഇതാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അടുത്തതായിട്ടൊക്കെ വരാൻ പോകുന്ന AWM ഒക്കെ ബ്ലൂ പ്രിന്റ്. അതുകൊണ്ടൊക്കെ ഇനി ചിലതൊക്കെ എംഡന്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു എവോ എംഡം വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതിന്റെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്ലൂ പ്രിന്റിന്റെ കൂടെ. എന്തായാലും ഞാൻ കൺഫേം ചെയ്തിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന എവോ AWM. ഗൈസ്, ഇത് അവർ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വന്ന എവോ ഗൺസിനെ കാട്ടിയൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഒരു AWM നല്ല രീതിക്ക് ക്ലിക്ക് ആവും, കുറേ പ്ലേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എഫക്റ്റാണ് കൊടുത്തേക്കുന്നത്. കില്ലിംഗ് എഫക്റ്റ്, അത് എടുക്കുമ്പോൾ ഒരു എഫക്റ്റ്, അങ്ങനെ ഓരോ എഫക്റ്റ് വെച്ച് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എവോ ഗണ്ണിന് നമ്മൾ ട്രിപ്പിൾ കില്ല് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആനിമേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് തന്നെ ഈ ഒരു ഗണ്ണ് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആനിമേഷൻ കാണിക്കും. നിങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ആനിമേഷൻ. അത് കൂടാതെ ഈ ഒരു AWM ഏതൊക്കെ ഭാഗമുണ്ട് അവിടെ എല്ലാം ഓരോരോ ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ വേറെ ലെവലാക്കി. ഇതിനെക്കുറിച്ച് വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് സെർവർ ഓപ്പൺ ആയതിനു ശേഷം പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ വരാൻ പോകുന്ന ഒരു എവോ ഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാർ 2.0 ആണ്. എവോ സ്കാർ 2.0 വരുന്നുണ്ട്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു AWM കൂടെ അവർ തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്തായാലും ആ ഒരു AWM വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ OB47 അപ്ഡേറ്റിലായിരിക്കും. ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കൺഫേം ആക്കും കേട്ടോ. അടുത്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഫ്രീ ഫയറിലോട്ട് ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സ്നോബൽ എന്നാണ് പേര്. ഈ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ AK ഉണ്ടോ, അത് നമ്മൾ ജസ്റ്റ് എനിമിക്ക് ഒരു 40 ഡാമേജ് കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് HP ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഡാമേജ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള HP ഉണ്ടല്ലോ, 10 HP 20 HP ഉണ്ടല്ലോ, ആ ഒരു HP ഡാമേജ് ആയിട്ട് എനിമിക്ക് പോയിക്കോളും. ആ ഒരു 40 ഡാമേജ് കൊടുത്തല്ലോ, ആ ഒരു 40 ഡാമേജ് 70 80 ഒക്കെ ആയിട്ട് എനിമിക്ക് കൊള്ളും. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ AWM എടുത്ത് അടിക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ 150 കയറും. ഇതും കൂടി യൂസ് ചെയ്യുന്നെങ്കിൽ അപ്പോഴേ എനിമി സ്പോട്ട് പോളവാണ്. എന്തായാലും ഡേഞ്ചർ ഒരു ക്യാരക്ടറാണ് വരാൻ പോകുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്തേക്കാം. അടുത്തായിട്ട് നമ്മുടെ വോട്ടിങ്ങിനായിട്ട് കുറേ ലോബീസ് വന്നിട്ടുണ്ട്. ഒരു 4 ലോബി വന്നിട്ട് നമ്മുടെ ഫുട്ബോൾ ലോബി ആവട്ടെ, കുറച്ച് ലോബി പഴയ ലോബി 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വോട്ടിങ്ങിലാണ് കിടക്കുന്നത്. ഇത് കണക്ക് നമ്മുടെ പൊർഗട്രി മാപ്പിന് ഒരു വോട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അത് വോട്ടിങ് കുറേ പേര് ചെയ്തുകൊണ്ട് തന്നെ പൊർഗട്രി മാപ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും എത്ര പേര് വോട്ട് ചെയ്യുന്നോ അതങ്ങനെ നമ്മുടെ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കുറേ അപ്ഡേറ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക, ബെല്ലൈക്കണമെന്ന് ആൾ ഓപ്ഷൻ ഇട്ട് വെച്ചേക്കുക. ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി അടിച്ച് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, സൈനിങ് ഓഫ്.